സിമ്പിൾ പ്രസന്റ് എന്ന് പറഞ്ഞേ. സിമ്പിൾ പ്രസന്റ് നിങ്ങൾ ഓർമ്മിക്കേണ്ടത് ഗ്രാമർ ക്ലാസ്സിൽ വരാൻ സമയമില്ല. നമുക്ക് 3 കാലം അല്ലെ? എത്ര കാലം? 3 കാലം. ഈ 3 കാലത്തില് 4 സബ് കാലം വരുന്നുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ പ്രസന്റ് ടെൻസ് ആണെങ്കിൽ സിമ്പിൾ പ്രസന്റ്, പ്രസന്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇതിന് പലതും നമ്മൾ ഉപയോഗിക്കലേ ഇല്ല. പലതും ഉപയോഗിക്കലേ. ഒരു ഉദാഹരണം മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ സിമ്പിൾ പ്രസന്റ് എന്ന് പറയുമ്പോ ഗ്രാമർ പറഞ്ഞാൽ പേടിപ്പിക്കുന്നൊന്നുമില്ല കേട്ടോ. വളരെ സിമ്പിൾ സാധനമാണ് ഗ്രാമർ. ഐ ലവ് ഫുഡ്. ഇത് സിമ്പിൾ പ്രസന്റ് ആണ്. ജസ്റ്റ് മനസ്സിലാക്കുക. അതിന്റെ ടെക്നിക്കാലിറ്റി ഞാൻ പറയുന്നില്ല. ഐ ആം ലവിങ് ഫുഡ്. ഇത് പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. I have loved food. ഇത് പ്രസന്റ് പെർഫെക്റ്റ് ആണ്. ഇത് പഠിക്കാൻ വേണ്ടി പറയില്ല. എങ്ങനെ സാധനം ജീവിച്ചിട്ടുണ്ടെന്ന് പറയാൻ വേണ്ടി പറയാം. ready? I have been eating food since 1988. ഇതിപ്പോ പ്രസന്റിലുള്ള 4 കാലാന്ന് വിചാരിക്കും. സിമ്പിൾ പ്രസന്റ്, എനിക്ക് ഭക്ഷണം ഇഷ്ടപ്പെടുന്നു, ഞാൻ ഭക്ഷണം ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു, ഞാൻ ഭക്ഷണത്തെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ഞാൻ ഭക്ഷണം 1988 മുതൽ കഴിച്ചുകൊണ്ടേയിരിക്കുന്നു. ഫോർ എക്സാമ്പിൾ, ഇത് ഒരു സാധനം ഡിഫറെന്റ് ആക്കി പറഞ്ഞതാണ്. അപ്പോ ഇതില് ഈ ഐന് പകരം വേറെ എന്തെല്ലാം വരാം? ഹി വരാം, ഷീ വരാം, ഞാൻ നേരത്തെ പറഞ്ഞ അയ്യോ ദേവി എല്ലാം വരാം. അയ്യോ ദേവി, ഹി, ഷീറ്റൊക്കെ വരാം. അത് ഈ ഹീയും ഷീയും ഒക്കെ വരുമ്പോ ഇവിടെ ഹീ ഒക്കെ വരുന്ന സമയത്ത് ഈ ലവ് എന്ന് പോലെ എസ് ഇവിടെ കൂട്ടിച്ചേർക്കണം. ഡു പ്ലസ് ലവ്, ഡസ് പ്ലസ് ലവ്. കളി എല്ലാം മറന്നേക്കും, ഒക്കെ മറന്നേക്കും. ഗ്രാമർ ക്ലാസ് നമുക്ക് ഇങ്ങനെ പിന്നീട് കഴിഞ്ഞ് പ്ലസ് 2 കഴിഞ്ഞ് പിന്നെ പഠിക്കാം കേട്ടോ. പ്ലസ് 2 ആയിട്ടില്ലേ? പ്ലസ് 1 പ്ലസ് 2 ആയിട്ട് പഠിക്കാം. അപ്പൊ ഇതിൽ ഇത്രയേ ഉള്ളൂ. ഇതില് ലവ്സ് എന്ന് പറയുമ്പോ ഇതിനുള്ളിൽ എന്തുണ്ട്? ഡസ് പ്ലസ് ലവ് ആണ്. എന്ത്? ലവ്സ്. അത് മാത്രം പഠിച്ചാൽ മതി. എസ് വരുമ്പോ ഡസ് പ്ലസ് ലവ് ആണ്. അത് ഒറ്റയാൾ ഹീക്കും ഷീക്കും മാത്രമേ ഉണ്ടാവുള്ളൂ, എനിക്ക് എന്തെങ്കിലും സാധനത്തിനൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ടാഗ് പറയുമ്പോൾ റാം ലവ്സ് ഗെയിംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഡെസ് വരും, പിന്നെ അത് നോട്ട് ആക്കണം. അപ്പൊ ഡെസിന്റെ ഹി, രാമല്ലേ, ഹി ആയി. അടുത്തത് യു ആർ എ സ്റ്റുഡന്റ്. എങ്ങനെ മാറ്റാം? ആറിന്റെ യു എന്ന് മതി. ആർ എ സ്റ്റുഡന്റ് എന്ന് വേണം. ആറിന്റെ യു. Let us go home. Let us എന്ന് കണ്ട അവിടെ ഷാൻവിയാണ് വരിക. അത് പിന്നെ നിങ്ങൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. നെഗറ്റീവ് പോർട്സിൽ ഒന്നും കട്ട് ചെയ്യണ്ട. Let us കണ്ട ഷാൻവി അടിച്ചു കൊടുക്കാം. ക്ലിയർ? ക്ലിയർ? ക്ലിയർ ആയിക്കോളും മകളെ. ഇത്ര മനസ്സിലായോ? ക്ലിയർ ആയോ? ഞാൻ ബ്രീത്ത് വിട്ടേ ഔട്ട്. ഇപ്പൊ നമ്മൾ ഇന്ന് കവർ ചെയ്ത ഏരിയകൾ പറയട്ടെ. നിങ്ങളുടെ +1, +2, 10th ഒക്കെ ജനറലായി നമുക്ക് പാസ്സാകുന്ന എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ പഠിച്ചു. പഠിക്കാൻ എളുപ്പല്ലേ? ഇത്ര സുഖങ്ങൾ ഇതിനു മുമ്പ് പഠിച്ചോ? ഇല്ല. പഠനം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഈസിയാണ്. നമ്മൾ എങ്ങനെ അതിനെ നോക്കി കാണുന്നു. അപ്പൊ അത് ലോകത്തിൽ ഇതിനേക്കാൾ വലിയ പഠനം കഴിഞ്ഞാണ് ഇരിക്കുന്നത് അല്ലെ? എത്ര പഠനം. ജീവിതം എന്ന് പറഞ്ഞ പഠനം, കല്യാണം എന്ന് പറഞ്ഞ പഠനം, പ്രഗ്നൻസി എന്ന് പറഞ്ഞ പഠനം, ഡെലിവറി എന്ന് പറഞ്ഞാൽ അതിലേറെ വലിയ പഠനം.
പിന്നെ ഇത് കുട്ടിനെ മേക്കപ്പ് ഇതെല്ലാം കഴിഞ്ഞിട്ട് അതിൽ പെട്ട ഏതോ ചെറിയ 4 ചാപ്റ്ററും 4 ചോദ്യം പഠിക്കാനാണ് നിങ്ങളൊക്കെ ടെൻഷൻ അടിക്കുന്നത്. റൈറ്റ്? അപ്പം ലൈഫിന്റെ അത്ര ഒന്നും വരൂലത്. ചെറിയൊരു സംഭവം നിങ്ങളെല്ലാവരും പാസ്സാവും. ക്ലിയർ ആയോ? അതിന് ചെയ്യേണ്ടത്രയുള്ളൂ. ഈ സാധനം എടുക്കുക, കൊണ്ടുപോയി വെക്കുക, ക്വസ്റ്റ്യൻ പേപ്പർ 2-3 ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക, 3 വർഷത്തെ ഒന്ന് എഴുതി നോക്കാം. ഇറ്റ്സ് വെരി ഈസി ടു കംപ്ലീറ്റ്, വെരി ഈസി ടു വിൻ. കോലിക്കണമെങ്കിൽ കോഴി എത്തി മരിക്കണം എന്ന അവസ്ഥയൊക്കെയാണ്. കുല മനസ്സിലായില്ലേ? എങ്ങനെ എഴുതിയാലും ഈ സംഭവം മനസ്സിലാക്കി നിങ്ങൾ എഴുതിയാൽ യു വിൽ പാസ്. ഓക്കെ? അപ്പൊ ഏതായാലും നമ്മുടെ ചാപ്റ്ററിന്റെ കാര്യങ്ങളൊക്കെ അവസാനിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ചോദിക്കാം കേട്ടോ. കഴിഞ്ഞ ക്വസ്റ്റ്യൻ ഓൺലൈൻ നോക്കിയാൽ മതി, ഗൂഗിളിൽ ഡിസ്കസ് ചെയ്യാം. Any doubts? നമുക്ക് കുറച്ച് ഗ്രൂപ്പിൽ സപ്പോർട്ട് കൊടുക്കാൻ പറ്റും. ഇത്ര ആൾക്ക് ഗ്രൂപ്പ് ആക്കാം അല്ലേ? കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം. ഡൗട്ട് എന്തെങ്കിലും ചോദിച്ചാൽ മതി. നമ്പർ ഇല്ലേ? നമ്പർ ഉണ്ട്. അതില് നമ്മളിപ്പോ പറഞ്ഞ ഗ്രാമറിന് സെയിം ഗ്രാമറായിട്ട് വരുന്നത് ജസ്റ്റ് ക്ലാസ് എടുക്കുന്ന വർക്ക്ഷോപ്പ് പറഞ്ഞാൽ ഓരോന്ന് പറയും, പറഞ്ഞു നോക്കുന്നു, ചെയ്തു നോക്കുന്നു. അങ്ങനെ 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 പോയതുകൊണ്ടാണ് എനിക്ക് സന്തോഷം കിട്ടുന്നത്. അല്ല ഞാൻ പോയാൽ ഒന്നുമില്ല. നമ്മൾ ഒരു സുഖമുണ്ട്. എന്താ എക്സ്പെക്ട് ചെയ്തിനെ? +9 വരുന്നു, +2 വരുന്നു, ഒരു ദിവസം 10 മുതൽ ഒരു വൈകുന്നേരം 4 മണി വരെ കിട്ടും. നിങ്ങൾ എന്താ എക്സ്പെക്ട് ചെയ്തിരുന്നത്? എന്നാൽ നിങ്ങളെ വിശ്വാസം ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യണം കേട്ടോ. എന്ന് പറഞ്ഞാൽ ഒരാൾ കോഴിക്കോട് നിന്ന് എനിക്ക് അവിടെ നിന്ന് വരുന്നുണ്ട്, അയാൾ ക്ലാസ് എടുക്കും, വൈകുന്നേരത്തെ ചാപ്റ്റേഴ്സ് ഒക്കെ തീരും. അത് എല്ലാവരും 10 +1 എല്ലാം ഒരുമിച്ച് എങ്ങനെ ഡൗട്ട് തോന്നില്ല? പഠിക്കാൻ ചിന്ത മാത്രമാണ് രക്ഷപ്പെടും അല്ലേ? മകള് അപ്പോ നമുക്ക് ഈ പറയുന്ന ഏരിയകളെ കവർ ചെയ്യാം. പിന്നെ നിങ്ങൾ ജനറൽ ഇതിന്റെ അപ്പുറത്തേക്ക് ഒരു ലോകത്താണ് ഞാനുള്ളത്. ഇത് ഈ ഒരു ഇംഗ്ലീഷ് മാത്രമല്ല, ഇതിന്റെ അപ്പുറത്തേക്ക് അപാകമായി ബന്ധപ്പെട്ട വിഷയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് ചോദിക്കാം, നമുക്ക് പഠിക്കാം, നമ്മൾ ഒരുമിച്ച് ഓടാം കേട്ടോ. അല്ല, മോട്ടിവേഷൻ നിങ്ങളുടെ ലൈഫിൽ ഇന്ന് മുതൽ നിങ്ങൾ ഗോൾ സെറ്റ് ചെയ്യണം. നിങ്ങൾ പേപ്പറിൽ നിങ്ങളെ ഒരു പേപ്പർ നിങ്ങൾ എഴുതി വെക്കണം. 2024 എന്നുള്ളത് നിങ്ങളെ ചിലപ്പോൾ +10 ആയിരിക്കും, ചിലപ്പോൾ +1 ചിലപ്പോൾ +2 ആയിരിക്കും. ഇത് സ്റ്റേറ്റ് മാത്രം മറിച്ചു എഴുതി വെക്കുക. 2025 ആകുമ്പോൾ ഞാൻ എന്ത് കോഴ്സാണ് എക്സ്ട്രാ എടുക്കുക? അവസാനമായി വീട്ടിൽ നിന്ന് ആദ്യമേ പറഞ്ഞു, ആദ്യം എന്റെ കോഴ്സ് പഠനമൊക്കെ എന്നുള്ളൊരു തോന്നലാണ് വാട്ട് ഐ ക്യാൻ ഡു. നമുക്ക് എൻ്റെ ഒരു പ്രൊഫൈൽ ഞാൻ പറയാം. എൻ്റെ പ്രൊഫൈല് 2010 B.Ed, 12 ആദ്യ PG, 10 B.Ed 12 ആദ്യ PG, 13-14 ഡിപ്ലോമ ഇൻ കൗൺസിലിംഗ്. ഓക്കെ, 14 തന്നെ 14-15 M.Ed, 1 ഇയർ M.Ed, 15-17 രണ്ടാമത്തെ PG. ഓക്കെ, MSW. പിന്നെ 17-18 PG ഡിപ്ലോമ ഇൻ മാനേജ്മെന്റ് ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറഞ്ഞ കോഴ്സ്. 18-20 ഇപ്പം ഒരു ഹിസ്റ്ററിയിൽ PG എടുത്തു, സൈക്കോളജി PG എടുത്തു, പിന്നെ ഒരു MSW PG എടുത്തു. 19 പിന്നെ 19 ഒരു അക്യുപഞ്ചറിന്റെ കോഴ്സ് ചെയ്തു. അപ്പം ആ ഇയർ കഴിഞ്ഞ് 20 PhDക്ക് രജിസ്റ്റർ ചെയ്തു. PhD രജിസ്റ്റർ ചെയ്തു 4 വർഷമായി കഴിയാനായി. അതിന് സമയത്താണ് എറണാകുളത്ത് ഡിപ്ലോമ ഇൻ വൊക്കേഷണൽ റീഹാബിലിറ്റേഷൻ എന്ന കോഴ്സ് കണ്ടു. അപ്പൊ അത് ഞാനും വൈഫും കൂടി പോയി രജിസ്റ്റർ ചെയ്തു. റൈറ്റ്,
അപ്പൊ അതിപ്പം ഇന്നലെ മിനിയാതെ അതിന്റെ കോഴ്സും കാര്യങ്ങളൊക്കെ അത് കംപ്ലീറ്റ് ചെയ്തു. ഈ ഇത്രയും കാലം എന്റെ ലൈഫ് തിരിഞ്ഞു നോക്കിയാൽ ഒരു ഡേ പോലും അല്ലെങ്കിൽ ഒരു ഇയർ പോലും എന്തെങ്കിലും ഒന്ന് എഴുതി വെക്കപ്പെടാത്തതായിട്ടില്ല. മനസ്സിലായോ? ആദ്യ വൈഫ് വെച്ചിരുന്നത് ശരിക്കും പെട്ടാണോ? മനുഷ്യനെ പഠിക്കണേനൊക്കെ ഒരു പരിധിയില്ല. ഡിഗ്രി കഴിഞ്ഞ് PG കഴിഞ്ഞതിനൊക്കെ ഒരു പരിധിയില്ലേ? പക്ഷെ നമ്മൾ ഓരോ പ്രാവശ്യം പഠിക്കുമ്പോഴും നമ്മുടെ ലൈഫ് മാറിക്കൊണ്ടിരിക്കും, അറിയാത്ത ബന്ധങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇപ്പൊ ഞാൻ എറണാകുളത്ത് പഠിച്ചപ്പോൾ അവിടുത്തെ പീസ് വാലി എന്ന് പറഞ്ഞൊരു ഇതുണ്ട്, ഒരു റീഹാബിലിറ്റേഷൻ സെന്റർ. ഇവിടെ കാണയിലൊക്കെ ഉള്ള പോലെ സെന്റർ ഉണ്ട്. അവിടെ ഞാൻ വിസിറ്റ് ചെയ്തു. അതിന്റെ ഡയറക്ടർ നമ്മുടെ സുഹൃത്താണ്. അപ്പൊ അവന്റെ കൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് കോള് വരും. അവന്റെ ഫോണിൽ കാറിനാണ് കോള് വരിക, അല്ല അവിടെ സ്പീക്കറിലാണ് ഉണ്ടാവുക. ആ സമയത്ത് അവനോട് കോൾ ചെയ്യാണ്, സബിത് സാറല്ലേ? അതെ, ഞാനേ ഒരാളെ റെഫർ ചെയ്യാണ്ടിരുന്നു നിങ്ങളുടെ പീസ് വാലിയിലേക്ക്. അപ്പൊ എന്താ സംഭവം? അയാൾക്ക് 4 കുട്ടികളാണ്, നോക്കാൻ ആരുമില്ല. അപ്പൊ അയാൾ അങ്ങോട്ടൊന്ന് മാറ്റുമോ നിങ്ങളുടെ അടുത്തേക്ക്? അവിടെ ഒരു 800-850 ആണോ പെർ ഡേ ചാർജ്? അപ്പൊ ഓക്കെ. അപ്പൊ സാബിത്ത് ചോദിക്കാണ് അവരോട്, മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കൊണ്ടുപോകില്ലേ? അപ്പൊ ഞാൻ ആകെ ഷോക്കായി. ഞാൻ സാബിത്ത് എന്ത് ഒരാളെ ഫോളോ ചെയ്യുമ്പോ അങ്ങനെ ചോദിക്കുന്നേ? അപ്പൊ സാബിത്ത് പറയും, എത്ര ചെയ്തൊക്കെ ഞാൻ തീ കൊളുത്തി എനിക്കറിയോ, എത്ര ആൾക്കാരെ ഞാൻ കവറടക്കി എനിക്കറിയോ. കുട്ടികൾ ഇവിടെ കൊണ്ടുവന്നാക്കിയിട്ട് പേയ്മെന്റ് അടക്കാന്നല്ല, അല്ലാതെ ഒരു കുട്ടി പോലും തിരിഞ്ഞു നോക്കില്ല. അങ്ങനെ എത്ര ഫാമിലി ഉണ്ട്. ഒരു അമ്മനെ കൊണ്ടുവന്നാക്കിയിട്ട് അമ്മന് 2 മക്കൾ ഗൾഫിലും 2 മക്കൾ നാട്ടിൽ ഗവൺമെന്റ് സർവീസ്. എന്നിട്ട് അമ്മാനെ ഒരു തിരിഞ്ഞു നോക്കാണ്ട് തഹസിൽദാർ വന്ന് കേസെടുത്തു. കേസെടുത്തപ്പോൾ മക്കളോട് പറഞ്ഞു, നിങ്ങൾ കാര്യം ചെയ്യണം, കുട്ടി നോക്കുന്നില്ലെങ്കിൽ ഇവിടെ എന്ത് കൊടുക്കണം, നിങ്ങൾ പേയ്മെന്റ് കൊടുക്കണം. അപ്പം ബാക്കിയുള്ള എല്ലാവർക്കും 3000, നാട്ടിലെ സർവീസുള്ള ആളുകൾക്ക് 3500 പേയ്മെന്റ് ഇട്ടു. പിറ്റേ ദിവസം ഇവർ കോടതി പോയിട്ടുണ്ട്, ഞങ്ങൾ 2 മക്കൾക്ക് 500 രൂപ ഏറെയാണ് ഇട്ടത് എന്ന് പറഞ്ഞു. മനസ്സിലായോ? അപ്പൊ നമ്മുടെ ലൈഫിനൊന്നും ഒരു ഗ്യാരണ്ടി ഇല്ല. നമ്മൾ നല്ല വെൽവിഷായിട്ട് അടിപൊളിയായിട്ട് പോകണമെങ്കിൽ എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് കൂടെ ഉണ്ടാവണം. നിങ്ങൾ ഡ്രീം അച്ചീവ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ എഴുതി വെക്കുക, 2024 എന്റെ ലൈഫിൽ ഇതാണ്, 2025 ആകുമ്പോഴേക്കും എന്തെങ്കിലും ഒരു അഡീഷണൽ കോഴ്സ്, +1 ആണെങ്കിൽ +1ന്റെ കൂടെ എന്തെങ്കിലും കോഴ്സ്, 10 കഴിഞ്ഞ ആൾക്കാരാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൗൺസിലിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും കോഴ്സ് നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കണം. അതുകൊണ്ട് നിങ്ങൾ ജോലി ചെയ്യാൻ അപ്പുറത്തേക്കൊന്നുമല്ല, നിങ്ങളുടെ ലൈഫിൽ ഒരു കളർഫുൾ ഉണ്ടാക്കാൻ, നിങ്ങൾക്ക് ഒരു മാറ്റം ഉണ്ടാക്കാൻ, നിങ്ങളുടെ ലൈഫ് ഒരാളെ സപ്പോർട്ട് ചെയ്യാൻ, യു ഗെറ്റ് മീ? ആ രൂപത്തിലൊരു ടാർഗറ്റ് നിങ്ങൾ എഴുതി വെക്കുക. എന്നിട്ട് നിങ്ങൾ എന്നോട് കണക്ട് ചെയ്തോ, സർ ഞാൻ ഇങ്ങനെ പഠിക്കാൻ ആഗ്രഹിക്കുന്നു, ഇങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, എന്താ ഞാൻ ചെയ്യണം ചോദിക്കും. അപ്പൊ ഞാൻ പറഞ്ഞുതരാം. എനിക്ക് എൻ്റെ ഒരു പ്രൊഫൈൽ പറഞ്ഞു കഴിഞ്ഞാൽ നോക്ക്, ഇവിടെ കൊണ്ടോട്ടി, മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടിയാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇവിടെ നീലേശ്വരത്തിൽ അവിടെ വരുന്നത് പഠിക്കാൻ മാസത്തിൽ ഒരിക്കലും ഓഫ്ലൈൻ ക്ലാസ് ഉണ്ടാവുള്ളൂ, ബാക്കി വീക്കിലി ഓൺലൈൻ ക്ലാസ് ഉണ്ടാവുക, ഓൺലൈനായിട്ടാണ് ക്ലാസ് ഉണ്ടാവുക, കൗൺസിലിംഗ് ഒക്കെ. ഇവിടെ ഒരു 9 ബാച്ച് നാട്ടില്, ഒരു ബാച്ച് UAE, 3 വർഷത്തോളം UAE ബാച്ച് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ വർഷത്തിലും 2 പ്രാവശ്യം ഞാൻ പോകും ക്ലാസ് എടുക്കാൻ വേണ്ടി മാത്രം, എല്ലാവരും 6 മന്ത് കൂടുമ്പോൾ. അവിടെയും നിങ്ങളെ പോലെ പഠിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. പല കുട്ടികൾ എന്ന്